എല്ലാവരും സുഖമല്ലേ? ഞാനിന്ന് ഒരു ഷെപ്പേർഡ്സ് പൈ എന്ന് പറയുന്ന ഡിഷ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് 1 കിലോളം മിൻസ്ഡ് ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഉരുളക്കിഴങ്ങ് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അത് തക്കാളി പ്യൂറേ, പിന്നെ ചെഡർ ചീസ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പോളം, പിന്നെ ക്യാരറ്റ് ഡൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇടാം, ബീൻസ് പീസെല്ലാം ഇടാം. പിന്നെ സവാള ഒന്ന് കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു അരക്കപ്പ് പാല്, പിന്നെ പൊടിയായി അരിഞ്ഞ ഗാർലിക് ഒരു 5-8 അല്ലി ഉണ്ട്, പിന്നെ മുട്ടൻ്റെ യെല്ലോ, പിന്നെ പെപ്പർ പൗഡറും തൈമും റോസ്മേറിയും വേണം. അതില്ലാത്തവർ അയമോദകം ഇട്ടാലും മതി. ഇനിയിപ്പോൾ മാഷിൻ്റെ അകത്തേക്ക് നമുക്ക് ആ മുട്ടൻ്റെ മഞ്ഞ മിക്സ് ചെയ്ത് ചേർക്കാം. പിന്നെ പാല് ചേർക്കണം. ഇത് മോള് ചെയ്യുന്ന അതുകൊണ്ടാണ് ഇത്ര സ്ലോ. പിന്നെ പാല് ചേർത്തു. പിന്നെ അതിനകത്ത് നമുക്ക് പെപ്പർ, പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടുപോയ ഒരു സാധനം ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ വേണം ഇതിന്. പിന്നെ ഇറച്ചിക്ക് ഒരു അരക്കപ്പ് മൈദയും വേണം. അപ്പം മിസ്സായത് ബട്ടറും മൈദയുമാണ്. ബട്ടർ മാഷിനും മൈദ ബീഫിനും. അതാ ബട്ടർ ഇട്ടു, പെപ്പർ അവളിട്ടു ഓൾറെഡി. പിന്നെ തൈം, ഒരു ചെറിയൊരു ഡ്രൈഡ് ലീവ്സ്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഇടണ്ട. പിന്നെ ഗ്രേറ്റഡ് ചീസും ഇട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് സൈഡിൽ വെക്കുക. പിന്നെ മീറ്റിൻ്റെ പണി, ഓയിലിൻ്റെ അകത്ത് വെളുത്തുള്ളി അരിഞ്ഞതും ഉള്ളിയും വഴറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ തക്കാളി ഇടുക. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മീറ്റും ഇട്ടിട്ട് നല്ലോണം മൂടി വേവിച്ചെടുക്കുക. എന്നിട്ട് അത് വറ്റണം, വെള്ളമെല്ലാം വറ്റി വരണം. ഈ മിൻസ് മേടിക്കാൻ കിട്ടില്ലെങ്കിൽ നമ്മൾ മീറ്റ് മേടിച്ചിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. ഇപ്പോൾ തക്കാളി പ്യൂറ് ചെയ്യാനിട്ടത്, അത് ഇല്ലാത്തവർ തക്കാളി അരിഞ്ഞിട്ടാലും മതി. പിന്നെ ക്യാരറ്റ് ഇട്ടു, മറ്റ് വെജിറ്റബിൾസും ഇടാം. ഇനിയിപ്പോൾ മീറ്റ് അതിൽ കിടന്ന് വെന്തോട്ടെ. ഉപ്പ് ഇടണം, പെപ്പറും ഇടണം. ഈ മീറ്റ് ഇങ്ങനെ മിൻസ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉരുണ്ട് വരും. അപ്പോൾ അതിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ഇടുന്നത്. ഇതൊരു അരക്കപ്പോളം മൈദയുണ്ട്. അത് നേരത്തെ മിസ്സായിപ്പോയതാന്ന് കാണിക്കാൻ. അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ആ മീറ്റ് നല്ലോണം വെന്ത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ മാറ്റി വെക്കുക. ഇത് നമ്മൾ ബിരിയാണി എല്ലാം പോലെ. എന്നിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ലെയർ ഇടുക. ഞാൻ 2 ട്രേയിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഈ മാഷ് പൊട്ടാറ്റോ ലെയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇതിങ്ങനെ ബേക്ക് ആയിക്കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചീസ് ഗ്രേറ്റ് ചെയ്തിടുക. ഇതാണ് റോസ്മറി. ഇത് ഇഷ്ടമില്ലാത്തവർ അത് ഇടണ്ട. എനിക്കും അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, പക്ഷേ അതിങ്ങനെ ഒന്ന് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അതിൻ്റെ ഇനി ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പം ബേക്ക് ചെയ്തിട്ട് ഉള്ള ഇതാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഡിഷാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. അതിങ്ങനെ ബിരിയാണിയെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കുക.